ആഘോഷമല്ല, മറിച്ച് അതൊരു അനുഭൂതിയാണ്, അനുഭവമാണ്. നമ്മുടെയൊക്കെ ഇന്നോളമുള്ള ജീവിത വഴികളിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ, പലവിധ മാനസിക അസ്വസ്ഥതകളിലൂടെയും നമ്മെ നയിച്ച നമ്മുടെ ജീവിത വഴികൾ നാം പിന്നിടുമ്പോൾ പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്താൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ പാതിരാവിൽ പുൽക്കൂടിന്റെ ചൂടേറ്റ് പിറന്നു വീണ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും നാം വരവേൽക്കുന്ന പുണ്യസുദിനം. ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നതും പങ്കുവെക്കുന്നതും യേശുവിന്റെ ജനനം മാത്രമല്ല, മറിച്ച് ഈശോയുടെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും നന്മയും സഹിഷ്ണുതയും, അതിനേക്കാൾ ഉപരി മനുഷ്യത്വവും മാനവികതയുമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ ചിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിന് വളരെ പ്രസക്തമായ 3 സന്ദേശങ്ങളാണ്. 1. ഉണ്ണി ഈശോ പുൽക്കൂട്ടിൽ പിറന്ന പാതിരാവിൽ പൊന്നും മീറയും കുന്തിരിക്കവുമായി ഉണ്ണിയേശുവിനെ കാണാനായി എത്തിയത് 3 രാജാക്കന്മാരാണ്. അന്ന് അവർക്ക് യേശുവിങ്കിലേക്കുള്ള വഴികാട്ടിയായി തന്നത് ഒരു നക്ഷത്രവും. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൊച്ചു നക്ഷത്രമായി നമുക്കും മാറാമെന്ന്. കാരണം അക്രമവും തീവ്രവാദവും അസഹിഷ്ണുതയും സ്ത്രീ പീഡനങ്ങളും നമുക്ക് ചുറ്റും വർദ്ധിച്ചു വരുമ്പോൾ നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായ ചില മനുഷ്യരെങ്കിലും നമുക്ക് ചുറ്റും അവശേഷിക്കുന്നില്ല എങ്കിൽ മനുഷ്യത്വത്തിന്റെ പ്രകാശം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. 2. യേശയ്യാ പ്രവാചകനും ജെറമ്യാ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ ദൈവപുത്രന്റെ ജനനം സംഭവിച്ചത് വലിയ മാളികകളിലോ സൗധങ്ങളിലോ ഒന്നും ആയിരുന്നില്ല, ഒരു കാലിത്തൊഴുത്തിലാണ്. അതെ, വരും ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുക്കപ്പെടുന്ന പുൽക്കൂടിന്റെ അത്ര പോലും ഭംഗിയോ ദൃഢതയോ ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ. ഇതിലൂടെയെല്ലാം ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്: എളിമയുള്ളവരായിരിക്കുക. തോമസ് മാർട്ടിൻ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മളെ കൃത്രിമ മനുഷ്യരാക്കുന്നു, എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരും. 3. നാമൊക്കെ എത്ര വലിയ പ്രതീക്ഷകളോടെയും ലക്ഷ്യങ്ങളോടെയുമാണ് ജീവിക്കുന്നതെങ്കിലും എല്ലാ മനുഷ്യരുടെയും പരമപ്രധാനമായ ലക്ഷ്യം എന്നും സമാധാനമുള്ളവരായിരിക്കുക എന്നതാണ്. എങ്ങനെയാണ് ഈ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ടതെന്നതിന്റെ പാഠം ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ണി ഈശോ പിറന്നപ്പോൾ മാലാഖ വൃന്ദങ്ങൾ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് പീസ് ടു പീപ്പിൾ ഓഫ് ഗുഡ് വിൽ. അതെ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്കും നല്ല ഹൃദയമുള്ളവരായിരിക്കാം. സമാധാനം തനിയെ കൂടെ വന്നുകൊള്ളും. ക്രിസ്മസിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്ത 3 സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. പക്ഷേ കരോൾ ഗാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാന്താക്ലോസിനും എല്ലാം അപ്പുറം ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന അനവധി പാഠങ്ങൾ ഇനിയുമുണ്ട്. ഈ ദിവസങ്ങളിൽ അവയൊക്കെ കണ്ടെത്താൻ നമുക്കും പരിശ്രമിക്കാം. ബോബ് ഹോപ്പിന്റെ ഒരു വാചകത്തോടെ ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന ആശയം പ്രാചീനമാണെങ്കിലും ആധുനികമാണെങ്കിലും വളരെ ലളിതമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നാം ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? ഹോപ്പ് പറഞ്ഞതുപോലെ ഡിസംബർ 25 മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്കൊരു ക്രിസ്മസ് ആക്കി മാറ്റാം. നന്ദി, നമസ്കാരം.